നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ്, പക്ഷേ വിന്നിംഗ് പ്രൊഡക്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കലും ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇനി പറയാൻ പോകുന്ന 4 ക്രൈറ്റീരിയാസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ വിന്നിംഗ് പ്രൊഡക്റ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ സീസണൽ പ്രൊഡക്റ്റ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിക്കം എ ബ്ലാക്ക് ഷീപ്പ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിങ് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പ്രൈസിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പെർസെപ്ഷനിലുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റും വിത്ത് മൈ ഓൺ എക്സ്പീരിയൻസ്, അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം. അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് എപ്പോഴും ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈസി അവൈലബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനുള്ളത് പാലക്കാടാണ്. എനിക്ക് പാലക്കാട് ഈസി അവൈലബിൾ ആയിട്ടുള്ള നിയർ ബൈ മാർക്കറ്റ് എന്ന് പറയുന്നത്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. എനിക്കിപ്പോൾ അവിടെ നിന്ന് സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ക്ലോത്തിങ് ആയിരിക്കും. അപ്പോൾ ബെറ്റർ ടു ചൂസ് എ ക്ലോത്തിങ് ബിസിനസ് ഫോർ മൈ ലൊക്കാലിറ്റി. അതായത് എനിക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് അധികം സ്റ്റോക്ക് ചെയ്ത് വെച്ച് സെല് ചെയ്യാനുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നഷ്ടത്തിലേക്ക് തന്ന് എത്തിക്കും. അപ്പോൾ നമ്മൾ അധികം സ്റ്റോക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഡിഫർ ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരിക്കലും സ്പെസിഫൈ ചെയ്തിട്ട് ഇതാണ് നിങ്ങളുടെ വിന്നിംഗ് പ്രൊഡക്റ്റ് എന്ന് എനിക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. യു ഹാവ് ടു ഫുൾഫിൽ ദ ഫോളോയിങ് 4 പോയിന്റ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോൺ സീസണൽ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. എപ്പോഴും സീസണൽ പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡേഴ്സ് വളരെ അധികം കുറവായിരിക്കും. ആ പർട്ടിക്കുലർ സീസണിൽ മാത്രമായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ മാത്രമാണ് നിങ്ങൾക്ക് ഓർഡേഴ്സും കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഡിസംബർ മന്തിലായിരിക്കും പൊതുവെ സ്കൂളുകളിലെല്ലാം സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മെഡൽസ് ആയിരിക്കും. സ്പോർട്സിൻ്റെ ഗോൾഡും സിൽവറും അതുപോലെ തന്നെ ബ്രൗൺസും മെഡൽസ് ആയിരിക്കും. ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ബിക്കം എ ബ്ലാക്ക് ഷീപ്പ്. നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സിന് എത്തിക്കാനുള്ള ഏറ്റവും ക്ലീൻ ആൻഡ് ഫൈനസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റാണ്, ബിക്കം എ ബ്ലാക്ക് ഷീപ്പ്. അതായത് 1000 ചെമ്പരിയാടുകൾക്കിടയിൽ, 1000 വെളുത്ത ചെമ്പരിയാടുകൾക്കിടയിൽ ഒരു കറുത്ത ചെമ്പരിയാടായിട്ട് നിങ്ങൾ മാറണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് മെഡൽസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന നിലയിലാണ് നമ്മുടെ സ്റ്റോറിനകത്ത് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മെഡൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനെ നല്ലപോലെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിന്നിംഗ് പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടംപോലെ സപ്ലയേഴ്സ് നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണും. അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജസ് ഏകദേശം ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക, വെയ്ഡിങ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ബിക്കം എ ബ്ലാക്ക് ഷീപ്പ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിച്ചത് സെല് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ, ബ്രൗൺസ് മെഡലുകളാണ്. അപ്പോൾ ഞാൻ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്തു. എല്ലാവരുടെ ഇമേജസും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു മെഡൽ കാണുന്ന രീതിയിൽ ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്തു. ദെൻ ഐ ഗോട്ട് ഓർഡേഴ്സ്. അതായത് ഞാൻ അതിനകത്ത് പ്രൈസിങ് നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ഹൈ ആണ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഓർഡർ കിട്ടി. ഐ ഹാവ് സപ്ലൈഡ് ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം ടു ദ കസ്റ്റമർ ഓൾസോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എപ്പോഴും ബിക്കം എ ബ്ലാക്ക് ഷീപ്പ്. മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനായി നിന്ന് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ക്ലീൻ ആൻഡ് ലോയൽ കസ്റ്റമേഴ്സ്. ഏത് പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിച്ചാലും എപ്പോഴും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് എന്തായാലും റിട്ടേൺ ആയിട്ട് വരും. തീർച്ചയായിട്ടും നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആദ്യത്തെ 3 ക്രൈറ്റീരിയാസും ഫുൾഫിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. മൂന്നാമത് പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യണം. നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്യുക, ഇഷ്ടംപോലെ അങ്ങോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അപ്പോൾ അവരുടെ പ്രൈസിങ് ശ്രദ്ധിക്കുക. 255, 260 ഈ രീതിയിലായിരിക്കും പ്രൈസിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 250ക്ക് സെല് ചെയ്യുക, അല്ലെങ്കിൽ 245ന് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ആൻ ഓർഡർ. കാരണം നിങ്ങൾ ഓൾറെഡി ബ്ലാക്ക് ഷീപ്പ് ആയി കഴിഞ്ഞു, പ്രൈസിങ് നിങ്ങളുടെ കുറവാണ്, നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് അവൈലബിലിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. യു വിൽ ബി ഇൻ എ പ്രോഫിറ്റ് മാർജിൻ. ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, മീഷോ മാത്രമല്ല, ഫ്ലിപ്കാർട്ടോ, ആമസോണോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ സെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ സെല് ചെയ്യുന്നുണ്ടോ, എന്തുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 4 ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ബി ഇൻ എൻജോയിങ് ദ പ്രോഫിറ്റ്.
ദാറ്റ് ഈസ് ഐ എം ഡാം ഷുവർ. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു തന്നത് വിത്ത് മൈ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഓൺ മൈ പെർസെപ്ഷൻ ഓൺലി. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരോ അറിവും ചെറുതല്ല, അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.